സാറേ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 3 തവണയായിട്ട് താങ്കൾ ഈ മണ്ഡലത്തിൽ വിജയിക്കുന്നു. ഇതിപ്പോൾ 4ാമത്തെ ആണ് താങ്കൾ മത്സരിക്കുന്നത്. പൊതുവെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് സാർ? ജനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച പിന്നിടുന്ന തെരഞ്ഞെടുപ്പ് പര്യടനം അത് വളരെ ഏറെ ഭംഗിയായി തന്നെ മുമ്പോട്ട് പോകുന്നു. നല്ലൊരു പോസിറ്റീവ് സമീപനമാണ് ജനങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യതയുണ്ട്. എല്ലാവരും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴും ഒക്കെ അവര് നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പിറവ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാവും. ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട്. ഞാനത് പല വേദികളിലും പറഞ്ഞു. പലപ്പോഴും സർക്കാരിന്റെ വിപരീതമായ സമീപനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഒരുപാട് സ്കീംസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി നടപ്പിലാക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് റോഡ് വികസന കാര്യങ്ങളിലൊക്കെ പൊതുമരാമത്ത് റോഡുകൾ നല്ല രീതിയിൽ പുനരുദ്ധരിക്കുവാനും BMBC നിലവാരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്, ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, കുടിവെള്ള സ്കീംസ്, ജലജീവൻ പോലുള്ള പദ്ധതികളൊക്കെ ലഭ്യമാക്കാൻ കഴിഞ്ഞ അടക്കമുള്ള ഒരുപാട് വികസന മേഖലകളിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞതൊക്കെ ഹെൽപ്ഫുൾ ആവും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാറേ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ കൂത്താട്ടുകുളത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ കൂത്താട്ടുകുളത്ത് ഒരു ബൈപ്പാസ് റോഡുകളില്ല, പിന്നെ മേൽപ്പാലങ്ങളില്ല, ലിങ്ക് റോഡുകളില്ല. അത് കൂത്താട്ടുകുളത്തെ സംബന്ധിച്ച് ട്രാഫിക്കിൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പം ഈ ഇടയ്ക്ക് താങ്കൾ അധികാരത്തിൽ വന്നാൽ, താങ്കൾ MLA ആയിട്ട് ജയിച്ചു വന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും? എൻ്റെ അകത്ത് ഏറ്റവും ഒന്ന്, കൂത്താട്ടുകുളത്തിന്റെ MC റോഡിന്റെ വൈഡനിങ് അത് വളരെ നേരത്തെ തന്നെ നമുക്കത് പൂർത്തിയാക്കി എടുക്കാൻ കഴിഞ്ഞു. അന്നത് ഏറ്റുമാനൂര് വരെ വന്ന് നിന്ന വർക്കായിരുന്നു അത്. പിന്നീട് അത് ഞാൻ കൂടി ഇടപെട്ടാണ് അതിന്റെ വർക്കുകൾ കോർഡിനേറ്റ് ചെയ്തത്. നമുക്ക് അറിവുള്ളതുപോലെ ഇപ്പോൾ നിലവിൽ ആ റോഡ് വളരെ വീതി കൂട്ടി, കൂത്താട്ടുളം ടൗൺ വീതി കൂട്ടി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ ട്രാഫിക് ഫ്ലോ നമുക്ക് നല്ല നിലയിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. എങ്കിൽ പോലും ഈ പറയുന്ന പീക്ക് ടൈമുകളിൽ ട്രാഫിക് കൺജഷൻ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങളുടെ എണ്ണം പെരുകിയതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ കൂത്താട്ടുകുളത്തെ റിംഗ് റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ബൈപ്പാസ് കം റിംഗ് റോഡ് എന്ന ആശയമാണ്. റിംഗ് റോഡിന് ആദ്യം ഒരു പ്രോമിനൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡൊമസ്റ്റിക് ട്രാഫിക്, അതായത് കൂത്താട്ടുളം ടൗണിലുള്ളവരുടെ യാത്രകൾ മറ്റ് റോഡുകളിലൂടെ കടത്തിവിടാൻ കഴിയുകയും ഒപ്പം തന്നെ ബൈപ്പാസ് എന്ന നിലയിലേക്ക് നമുക്ക് ആ പ്രൊജക്ട് എത്തിക്കുവാൻ നമുക്ക് കഴിയണം. MC റോഡില് ബൈപ്പാസുകൾ ഏറ്റവും ആവശ്യമായ ഒന്നാണ്. ശരിയാണ്. കൂത്താട്ടുളം ടൗൺ വളരെ കൺജസ്റ്റഡ്. ഇപ്പൊ നമ്മള് തിരുവനന്തപുരം മുതൽ നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാരക്കര, ചെങ്ങന്നൂര് പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുകയാണ്. പിന്നെ ഒപ്പം തന്നെ ഈ പറയുന്ന ബൈപ്പാസ് വന്നിരിക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പൊ ചങ്ങനാശ്ശേരി ബൈപ്പാസ് വന്നിട്ടുണ്ടെങ്കിലും ടൗണിൽ കൺജഷൻ ഇപ്പോഴും മാറുന്നില്ല. അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന ഒന്നാണ്. ട്രാഫിക് കൺജഷൻ പൂർണ്ണമായും മാറണമെന്നുണ്ടെങ്കിൽ ബൈപ്പാസിനോടൊപ്പം റിംഗ് റോഡും ആവശ്യമാണ്. അപ്പൊ അങ്ങനെ റിംഗ് റോഡിന്റെ നിർമ്മാണവും ബൈപ്പാസും സൈമിൾട്ടേനിയസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ആവശ്യമായ ഒന്നാണ്. ഒപ്പം തന്നെ കൂത്താട്ടുകുളത്ത് വന്നിരിക്കുന്ന നടക്കാവ് ഹൈവേ, ആ ഹൈവേ നമുക്ക് മൂവാറ്റുപുഴ പുനലൂർ റോഡിലേക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിന്റെ അടുത്ത ഫേസ് നിർമ്മാണം അതിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മുടെ മൂവാറ്റുപുഴ പുനലൂർ റോഡുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം അടുത്ത ഫേസ് കടക്കാൻ പോവുകയാണ്. അപ്പൊ ആ ലിങ്ക് റോഡ് എത്തിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ ശബരിമല റോഡിലേക്ക് വളരെ വേഗത എത്താൻ നമുക്ക് കഴിയും. ഇപ്പൊ അത് നമ്മൾ പാലായിൽ ചെന്നാണല്ലോ ആ റോഡിലേക്ക് നമ്മൾ കയറുന്നത്. ആ റോഡിന്റെ നിർമ്മാണവും കടന്നു വരാനുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് UDF ഏറ്റവും പ്രയോറിറ്റിയിൽ എടുക്കുന്ന കാര്യങ്ങളൊന്നാണ്. പിന്നെ വേറെ കാര്യം, ഈ കൂത്താട്ടുളംകാർ ചിരകാരാഭിലാഷമാണ് ഒരു ഗ്രൗണ്ട്, ഒരു കളിസ്ഥലം. അതിനെ കുറിച്ച് സാർ എന്താണ് പറയുന്നത്? ഈ കളിസ്ഥലം പൂർണ്ണമായും ഞാൻ MLA വന്നതിന് ശേഷം ലഭ്യമാക്കിയ പ്രൊജക്റ്റാണ്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഞാൻ തന്നെ മുൻകൈ എടുത്ത് MVIPയുടെ കാട് കയറി കിടന്ന സ്ഥലം അത് മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിലേക്ക് ലഭ്യമാക്കി. ഏകദേശം 1.5 കോടി രൂപയ്ക്ക് മുകളിൽ ഞാൻ ലഭ്യമാക്കി. അതനുസരിച്ച് ഗ്രൗണ്ട് ഫോം ചെയ്തു, ഗാലറി പണിതും എല്ലാം ചെയ്തു. പിന്നീട് ഞാൻ അവരോട് അതിപ്പോ മുനിസിപ്പാലിറ്റിയുടെ അസറ്റാണത്. മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ കഴിഞ്ഞ സന്ദർഭങ്ങളിലും ഞാൻ മുനിസിപ്പൽ അധികൃതരോട് ഞാൻ ആവശ്യപ്പെട്ടു, നിങ്ങൾ DPR തയ്യാറാക്കി തരൂ, നിങ്ങളൊരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാം, അതനുസരിച്ച് നമുക്ക് ഫണ്ട് ലഭ്യമാക്കാം. MLA 1 കോടി രൂപ നമുക്ക് അനുവദിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ പ്രൊജക്ട് വേണം. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ആസ് ഓഫ് നൗ അതിന് നമുക്ക് ഭൂമിയുണ്ട്, സ്റ്റേഡിയം ഫോം ചെയ്തിട്ടുണ്ട്, അവിടെ ഗാലറികൾ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി അനുബന്ധമായ കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് യഥാർത്ഥം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പൊ മുനിസിപ്പാലിറ്റി ആസ്തിയിൽ വരുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഇപ്പൊ സർക്കാർ വകുപ്പിൽ തന്നെയാണെങ്കിൽ
കുറച്ചുകൂടെ വേഗതയിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നുന്നു. എന്തായാലും ഇപ്പൊ പുതുതായിട്ട് വന്ന ചുമതലയേറ്റിരിക്കുന്ന മുനിസിപ്പൽ അധികൃതരുമായിട്ട് റെജി ഉൾപ്പെടെ ചെയർപേഴ്സണൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം യുഡിഎഫിന്റെ നമ്പർ 1 പ്രയോറിറ്റിയിൽ കൂത്താട്ടുകുളത്ത് ഈ ഒരു സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരണം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഒന്നാണ്. പിന്നെ കൂത്താട്ടുകുളത്ത് പണ്ട് മുതലേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലുള്ളതാണ് നമ്മുടെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം സൗകര്യം, പിന്നെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റ്, താലൂക്ക് നിലവാരത്തിലുള്ള ആശുപത്രിയായിട്ട് കൂത്താട്ടുകുളം ഗവൺമെന്റ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനെ മാറ്റാൻ താങ്കൾക്ക് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രധാന ഇനി പിറവത്തിന്റെ മേഖലകളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 ആശുപത്രികളുടെ പുനരുദ്ധാരണ അപ്ഗ്രഡേഷൻ കൂത്താട്ടുകുളം മുളന്തുരുത്തിയുമായിരിക്കും. ഈ 2 ആശുപത്രികൾ താലൂക്ക് നിലവാരത്തേക്ക് ഉയർത്തേണ്ടതായിട്ടുണ്ട്. രാമമംഗലം, കീച്ചേരി പോലുള്ള CHCകൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് അവർക്ക് ആവശ്യമായ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സും കൂടി ഒരുക്കി കൊടുക്കാൻ കഴിയണം. കീച്ചേരിയും രാമമംഗലം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് 2 ഹെൽത്ത് സെന്റേഴ്സാണ്. ആ ഹെൽത്ത് സെന്റേഴ്സിന് കൂടുതൽ ഡോക്ടർമാരുടെ സേവനവും IP ഉൾപ്പെടെയുള്ള മറ്റ് സേവനങ്ങൾ ഉൾപ്പെടെ നമുക്കവിടെ കൊടുക്കാനും അവിടെ ആവശ്യമായ നിലയിലുള്ള ക്രമീകരണം ഒരുക്കാനും കഴിയണം. അപ്പം ഈ താലൂക്ക് ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്തിയെടുക്കുക എന്നുള്ളത് ആവശ്യമായ ഒന്നാണ്. അതെ, ഈ പറയുമ്പോൾ പിറവത്താണ് ഇപ്പൊ താലൂക്ക് ആശുപത്രിയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞത്. അത് ഈ താലൂക്ക് ആശുപത്രി ഉയർത്തുന്ന പറയുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് സ്റ്റാഫ് പാറ്റേൺ ആണ്. ആരോഗ്യത്തിൽ നിന്ന് ആവശ്യമായ സ്റ്റാഫ് പാറ്റേണുകൾ അനുവദിച്ചു തരാത്ത വിഷയം ഇപ്പോഴും നിൽക്കുകയാണ്. ഈ താലൂക്ക് ആശുപത്രി പിറവം താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നത് 2008-2009 ഞാൻ MLA വന്നതിന് ശേഷമാണ് അവിടെ സൂപ്രണ്ടിനെ നിയമിച്ചത്. ഞാൻ ഇവിടെ ചുമതല ഏൽക്കുമ്പോൾ താലൂക്ക് ആശുപത്രിക്ക് ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, സൂപ്രണ്ട് വേണ്ടേ, ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട ഒരാള്, അങ്ങനെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. അപ്പം നമ്മള് വെറുതെ പ്രഖ്യാപിച്ചു പോയിട്ട് കാര്യമില്ല. എന്താണെങ്കിലും കൂത്താട്ടുകുളവും മുളന്തുരുത്തി, കീച്ചേരി, രാമമംഗലം പോലുള്ള ഹെൽത്ത് സെന്റേഴ്സിന്റെ അപ്ഗ്രഡേഷൻ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് കൊടുക്കും. ഒപ്പം തന്നെ മറ്റ് CHSCകളെ CHSCകളെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇലഞ്ഞിയും തിരുമാറാടി ഉൾപ്പെടെ ഉള്ള നമ്മുടെ മറ്റ് ആശുപത്രികൾക്കും ഒക്കെ കൂടുതൽ സൗകര്യങ്ങൾ. ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഡോക്ടർമാരുടെ സേവനമാണ്. ഹെൽത്ത് സെന്റേഴ്സിന് ഏറ്റവും ബെറ്റർ അതാണ്. അവർക്ക് ഈവനിങ് OP ഉൾപ്പെടെ വൈകുന്നേരങ്ങളിൽ ഡോക്ടറെ കാണാനുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒരു എമർജൻസി മെഡിക്കേഷൻ, ഒരു ട്രിപ്പിട്ടോ ചികിത്സയ്ക്കോ ഒക്കെ പെട്ടെന്ന് വരുന്നവർക്കൊരു അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സിലേക്ക് എത്തി. ആരോഗ്യ മേഖലയെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ MC റോഡിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് കൂത്താട്ടുകുളം. അവിടെ എമർജൻസി സർവീസ് ആവശ്യമാണ്. ഇതൊക്കെ പലപ്പോഴും ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ മുൻ മന്ത്രിയോട് ഇപ്പോഴത്തെ മന്ത്രിയൊക്കെ കൊണ്ടുവന്നുള്ള കാര്യമാണ്. എനിവേ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പരിഗണന ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കും. അനൂപ് ജേക്കബ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കൂത്താട്ടുകുളം മിഷന്റെ എല്ലാ ആശംസകളും. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.